പറയാൻ പോകുന്നത് ഒരു രാമുവിന്റെയും പിന്നെ കിട്ടുവിന്റെയും കഥ. ആരുടെയാ പറഞ്ഞേ? രാമുവിന്റെയും കിട്ടുവിന്റെയും. അപ്പോ കഥയിലോട്ട് പോവാം. നമുക്ക് രാമുവിനെ കണ്ടാലോ? ഇതാണ് രാമു. രാമുവിന് എത്ര വയസ്സാ? 6 year old. രാമുവിന് എത്ര വയസ്സാ? 6 year old. അപ്പൊ രാമു നല്ല കുട്ടിയാ, രാവിലെ ഹെൽപ്പ് ചെയ്ത് നടക്കണ ഒരു കുട്ടി. അവ ഒരിക്കൽ ഒരു പാർക്കില് കളിക്കാൻ പോവായിരുന്നു. ഇങ്ങനെ കളിച്ച് കൊണ്ടിരിക്കുമ്പോ ഒരു ശബ്ദം കേട്ടു. ഒരു നായ്ക്കുട്ടിയുടെ ശബ്ദം. ആരുടെയാ? നായ്ക്കുട്ടിയുടെ പേര് കിട്ടു. അങ്ങനെ ഓടി വന്നു. അപ്പൊ രാമു പേടിച്ചു. എന്നിട്ട് മുഖത്തേക്ക് നോക്കിയപ്പോ കിട്ടുന്നു വിഷമിച്ചിരിക്ക. രാമുന് തോന്നി ഇതെന്താ പറ്റിയേ, ഇവെന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കണേന്ന് തോന്നി. അപ്പൊ കിട്ടു പറഞ്ഞു, എനിക്ക് എന്റെ വീട് കാണാനില്ല, എനിക്ക് എന്റെ വീട് മിസ് ചെയ്യുന്നു. അപ്പൊ രാമു ചോദിച്ചു, നിന്റെ വീട് എവിടെ പോയിന്ന്? അപ്പൊ കിട്ടു പറഞ്ഞു, എനിക്ക് അറിയില്ല എന്റെ വീട് എവിടെ പോയിന്ന്. എന്നിട്ട് ഈ നായ്ക്കുട്ടിയില്ലേ, ഇവൻ വന്നിട്ട് രാമുവിനോട് ചോദിച്ചു, എന്റെ വീടൊന്ന് കണ്ടുപിടിച്ച് തരുമോന്ന് ചോദിച്ചു. എന്ത് ചോദിച്ചേ? വീടൊന്ന് കണ്ടുപിടിച്ച് തരുമോന്ന് ചോദിച്ചു. അപ്പൊ രാമുവിന് പാവം തോന്നി. രാമു പറഞ്ഞു, നീ വിഷമിക്കണ്ടടാ, ഞാൻ നിനക്ക് കണ്ടുപിടിച്ച് തരാം എന്ന് പറഞ്ഞിട്ട് രാമു ഇങ്ങനെ ചോദിച്ചു, എടാ നിന്റെ വീട് എങ്ങനെയാ കാണുമ്പോ എങ്ങനെയാന്ന് പറഞ്ഞു. അപ്പൊ കിട്ടു പറഞ്ഞു കൊടുത്തതാ, ഇതുപോലെയാണ് എന്റെ വീടെന്ന് കാണിച്ചു കൊടുത്തു. അപ്പൊ രാമു പറഞ്ഞു, അത് നമുക്ക് കണ്ടുപിടിക്കാലോ എന്ന് പറഞ്ഞു. എന്നിട്ട് രാമു കിട്ടുനോട് പറഞ്ഞു, ഇവിടെ 3 ഡോറുണ്ട്. എത്ര ഡോറ്? 3. 3 ഡോറുണ്ട്. ഈ ഡോറിലൂടെ നമുക്ക് പോയി നോക്കാം, നിന്റെ വീട് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാന്ന് പറഞ്ഞു. അപ്പോ കിട്ടുന് സന്തോഷായി. കിട്ടു പറഞ്ഞു, കണ്ടുപിടിക്കാൻ പറ്റുമോ? രാമു പറഞ്ഞു, യെസ്, കണ്ടുപിടിക്കാൻ പറ്റൂലോ എന്ന് പറഞ്ഞു. എന്നിട്ട് എന്തുണ്ടായി? ഇവരിങ്ങനെ ഡോറിന്റെ സൈഡിലോട്ട് പോയി. സൈഡിലോട്ട് പോകുമ്പോ ആദ്യത്തെ ഡോറ് തുറന്നു. നോക്കിയപ്പോ ഇതല്ലല്ലോ കിട്ടുവിന്റെ വീട്. എന്നിട്ട് നോക്കിയപ്പോ ഒരു ശബ്ദം. ആരുടെ ശബ്ദത്? പൂച്ചയുടെ ശബ്ദം. എന്നിട്ട് നോക്കിയപ്പോ ഒരു പൂച്ച ഇങ്ങനെ മ്യാവ് മ്യാവ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കിടക്കണു. കണ്ടാ? പൂച്ചനെ ശ്രദ്ധിക്കണ്ടോ നിങ്ങള് കണ്ടിട്ടുണ്ടോ ഒരു പൂച്ച നിങ്ങളുടെ വീടിന്റെ സൈഡില്? നിങ്ങൾക്ക് ഇഷ്ടമാണോ പൂച്ച? അങ്ങനെ ആ പൂച്ചനെ നോക്കിയിട്ട് പിന്നെ കൂട്ടിലോട്ട് നോക്കിയപ്പോ കൂട്ടിലെന്തോരം പൂച്ചകളാ. എന്റെ രാമു കിട്ടു ബൈ ബൈ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് വന്നപ്പോ സെക്കൻഡ് ഡോറിലേക്ക് പോവാന്ന് പറഞ്ഞു. അങ്ങനെ സെക്കൻഡ് ഡോറ് തുറന്നപ്പോ ഒരു ശബ്ദം. ആരുടെ ശബ്ദം അത്? കുതിര. നോക്കിയപ്പോ അവിടെ ഒരു കുതിര നിക്കണു. കുതിരയുടെ വീട് കാണണോ? ഇതാണ് കുതിരയുടെ വീട്. മനസ്സിലായോ? അപ്പൊ കിട്ടു പറഞ്ഞു, അയ്യോ ഇത് എന്റെ വീടല്ലല്ലോ എന്ന് പറഞ്ഞു. രാമു പറഞ്ഞു, പേടിക്കണ്ടടാ, നമുക്ക് ഒരു ഡോറ് കൂടി ഉണ്ട്, അവിടെ നിന്റെ വീട് എന്തായാലും ഉണ്ടാവും എന്ന് പറഞ്ഞു. എന്നിട്ട് അവരെന്താ ചെയ്തേ? ആ 3ാമത്തെ ഡോറിലൂടെ പോയി. നോക്കിയപ്പോ രാമു കാണിച്ച പോലത്തെ ഒരു വീട്. ഒരു ശബ്ദം. ആരുടെ ശബ്ദത്? നായ്ക്കുട്ടിയുടെ. കിട്ടുന് ഭയങ്കര സന്തോഷായി. എന്നിട്ട് കിട്ടു ഓടിയിട്ട് വീടിന്റെ ഉൾഭാഗത്തേക്ക് പോയി. എന്നിട്ട് രാമുവും കിട്ടും അന്ന് തൊട്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയി. രാമു ഹെൽപ്പ് ചെയ്ത കാരണല്ലേ കിട്ടുന് വീട് കിട്ടിയത്. അപ്പൊ അത് ഗുഡ് ക്യാരക്ടർ അല്ലേ? അങ്ങനെ ആ ദിവസം
ദിവസം തൊട്ട് രാമും കിട്ടും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയി. കഥ ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക്? ലൈക്ക് ചെയ്യോ, സബ്സ്ക്രൈബ് ചെയ്യോ. അപ്പോ അടുത്ത കഥയിൽ കാണാം. ബൈ.